Good morning, sir. Yes, good morning, Sanila. Yes, sir, good morning. Agina, good morning. Good morning, sir. Yes, good morning. Okay, let us start. Let us start. Soumya, let us start. Yes, sir. Okay. ആരുടെ കയ്യിൽ ഒരു എസ്സോ ഒരു തമ്പോ വരാത്തോടെ വെയിറ്റ് ചെയ്തതാണ്. യെസ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പാസീവ് വോയിസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ സനില, പാസീവ് വോയിസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഡിസ്കസ് ചെയ്ത സമയത്ത് ഏതാണ്ട് 6 ടൈപ്പുള്ള പാസീവ് വോയിസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസിനെ കുറിച്ച് പറഞ്ഞു, സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസിനെ കുറിച്ച് പറഞ്ഞു, സിമ്പിൾ ഫ്യൂച്ചറിന്റെ പറഞ്ഞു, പ്രസന്റ് കണ്ടിന്യൂസ് പറഞ്ഞു, പാസ്റ്റ് കണ്ടിന്യൂസ് പറഞ്ഞു, ലാസ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് പറഞ്ഞു. അപ്പൊ ഇനി അതിന്റെ അകത്ത് ഒരെണ്ണം കൂടി അവശേഷിക്കുന്നുണ്ട്, അത് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ തരാം സൗമ്യ തരാം. ഓക്കെ. യെസ്, പാസീവ് വോയിസിന്റെ നോട്ടവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കേട്ടോ. യെസ്, അപ്പൊ അതിന്റെ അകത്ത് ചിലപ്പോ പാസ്റ്റ് കണ്ടിന്യൂസ് വരെ വരുള്ളൂ, കാരണം മറ്റേ ക്ലാസ്സിൽ പാസ്റ്റ് കണ്ടിന്യൂസ് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. യെസ്, ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പാസ്റ്റ് പെർഫെക്റ്റ് വരെ. യെസ്, അത് കഴിഞ്ഞതിന് ശേഷം അപ്പൊ നമ്മൾ 12 ടെൻസിനെ കുറിച്ച് പറഞ്ഞു. ആ 12 ടെൻസിനെ കുറിച്ച് പറയുകയും ആ ടെൻസിന്റെ പാസീവ് വോയിസിനെ കുറിച്ച് പറയുകയും ചെയ്തു. അപ്പൊ ഞാന് നമ്മൾ പറഞ്ഞ 12 പാസീവ് വോയിസിലൂടെ കിടക്കാം. അതിന് മുമ്പ് നമ്മൾ പറഞ്ഞ ആ 12 ടെൻസിന്റെ പേര് ഞാനൊന്ന് പറയുകയാണ്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. 12. അപ്പൊ ഇംഗ്ലീഷില് ഈ 12 ടെൻസുകളിലാണ് സെന്റൻസ് എഴുതാൻ പറ്റുക. പിന്നെ അതിന്റെ പാസീവ് വോയിസിലും എഴുതാൻ പറ്റും. ആ വ്യത്യാസത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് ഇനിയുള്ളത് നമുക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഞാനൊരു വാക്ക് എടുക്കുകയാണ്. ടേക്ക് എന്ന് പറയുന്ന ഒരു വാക്ക് എടുക്കുന്നു. ടേക്ക്. ഐ എന്ന് പറയുന്ന സബ്ജക്ട് എടുക്കുന്നു. സബ്ജക്ട് ഐ, ടേക്ക് എന്ന് പറയുന്ന ഒരു വേർഡ്. എന്നിട്ട് ഈ 12 ടെൻസുകളിലെയും നമ്മൾ മലയാളത്തിലുള്ള ഒരു അർത്ഥത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പൊ ടേക്ക് എന്ന് പറഞ്ഞൊരു വാക്കിന്റെ വെച്ചിട്ട് നമ്മൾ ഈ 12 ടെൻസിലൂടെ ജസ്റ്റ് ഒന്ന് പോവുകയാണ്. സിമ്പിൾ പ്രസന്റ്, ഞാൻ എടുക്കാറുണ്ട്. സിമ്പിൾ പാസ്റ്റ്, ഞാൻ എടുത്തു. സിമ്പിൾ ഫ്യൂച്ചർ, ഞാൻ എടുക്കും. പ്രസന്റ് കണ്ടിന്യൂസ്, ഞാൻ എടുക്കുകയാകുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ്, ഞാൻ എടുക്കുകയായിരുന്നു. ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഞാൻ എടുക്കുകയായിരിക്കും. പ്രസന്റ് പെർഫെക്റ്റ്, ഞാൻ എടുത്തു കഴിഞ്ഞു. പാസ്റ്റ് പെർഫെക്റ്റ്, ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടാകും. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഞാൻ എടുത്തുകൊണ്ടേയിരിക്കുകയാകുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഞാൻ എടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഞാൻ എടുത്തുകൊണ്ടേയിരിക്കുകയായിരിക്കും. ഇതാണ് ആ 12 ടെൻസുകളിൽ വരുന്ന അർത്ഥത്തിന്റെ വ്യത്യാസം.
അപ്പൊ നമുക്ക് ആവശ്യമുള്ളപ്പോ ആ ടേക്ക് എന്ന് പറയുന്ന പേര് മാറ്റിയിട്ട് ഏത് പേരാണോ നമുക്ക് ആവശ്യമുള്ളത് ആ സംഗതിയോടെ വെച്ചാൽ മതി. ഗോന്നാകുമ്പോൾ പോകുക എന്ന അർത്ഥത്തിൽ എടുക്കാം. ഈ സബ്ജക്റ്റ് ഞാനിവിടെ ഐ എന്നാണ് പറഞ്ഞത്. ഐ എന്നുള്ളത് മാറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് വെക്കാം. ഷീന്നും ഹീന്നും. അപ്പൊ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. അപ്പൊ അത് ഒന്നുകൂടി ഇത് പറയുക. സിമ്പിൾ പ്രസന്റ് ഞാൻ എടുക്കുകയാകുന്നു. സോറി, സിമ്പിൾ പ്രസന്റ് ഞാൻ എടുക്കാറുണ്ട്. സിമ്പിൾ പാസ്റ്റ് ഞാൻ എടുത്തു. സിമ്പിൾ ഫ്യൂച്ചർ ഞാൻ എടുക്കും. പ്രസന്റ് കണ്ടിന്യൂസ് ഞാൻ എടുക്കുകയാകുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് ഞാൻ എടുക്കുകയായിരുന്നു. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഞാൻ എടുക്കുകയായിരിക്കും. പ്രസന്റ് പെർഫെക്റ്റ് ഞാൻ എടുത്തു കഴിഞ്ഞു. പാസ്റ്റ് പെർഫെക്റ്റ് ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്യൂച്ചർ പെർഫെക്റ്റ് ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടാകും. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഞാൻ എടുത്തുകൊണ്ടേയിരിക്കുകയാകുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഞാൻ എടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഞാൻ എടുത്തുകൊണ്ടേയിരിക്കുകയായിരിക്കും. യെസ്, ആർക്കെങ്കിലും പറയാമോ? 12 ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ട്. അപ്പൊ നമുക്കറിയാം, നമുക്ക് അത് വെച്ചങ്ങാണ് നമുക്ക് ഒരു സെന്റൻസ് ഇത് നമുക്ക് ഉദ്ദേശിക്കുന്ന അർത്ഥം ഇതാണ്. ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ തന്നെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി അതിന് മുമ്പ് നോട്ട് ചെയ്യാൻ മതി. അത് തന്നെ ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടിയിട്ട് ആ ഓക്സിലറി വെർബിന് ആദ്യം പറഞ്ഞാൽ മതി. യെസ്, അപ്പൊ ഇത് വളരെ സിമ്പിൾ ആണ്. ആ ടെൻസ് നമ്മളത് മനസ്സിലാക്കി ആ ഓരോ ടെൻസിന്റെയും അർത്ഥം എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാനോ പറയാനോ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം നമുക്ക് അറിയാലോ സംഗതി എന്താണെന്ന്. അപ്പൊ ഈ 12 ടെൻസ് എന്താണെന്നും ആ 12 ടെൻസിന്റെയും മീനിങ് എന്താണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കും. ഇതാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്. ഓക്കെ, ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു ടെൻസിന്റെ പാസീവ് വോയിസിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ സൂചിപ്പിച്ചു ആദ്യം ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം, ഓബ്ജക്റ്റ് എഴുതണം. അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് അത് എഴുതണം. അത് കഴിഞ്ഞതിന് ശേഷം ബീൻ അത് എഴുതണം. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതണം. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോമായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഇതാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിന്റെ പാസീവ് വോയിസിന്റെ രീതി എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അടുത്ത ഒരു ടെൻസ് ആണ്. അതോടുകൂടി നമുക്ക് പാസീവ് വോയിസ് എന്ന് പറഞ്ഞ സംഗതി അവസാനിപ്പിക്കും. അപ്പോ ഞാൻ അടുത്തൊരു വാചകം ഞാൻ പറയാം, നിങ്ങളത് എഴുതിയെടുത്ത് നോക്കുക. സെന്റൻസ് തന്നെ. ഷീ ഹാഡ് taken the books. She had taken the books. Okay. അപ്പൊ ഞാനിത് കീർത്തനോട് ചോദിക്കുകയാണ്, ഈ തന്നിരിക്കുന്ന വാചകത്തിന്റെ ടെൻസ് ഏതാണെന്ന് പറയാമോ? She had taken the books. Yes, കുഴപ്പമില്ല. ആർക്കെങ്കിലും പറയാമോ? വെരി ഗുഡ്. അപ്പൊ തന്നിരിക്കുന്ന വാചകത്തിന്റെ ടെൻസ് എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അതെങ്ങനെ പിടികിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വെർബ്, ആ വെർബിലെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി തന്നിരിക്കുന്ന വാചകം പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ് ആയ ടെൻസിനെ പാസീവ് വോയിസിലോട്ട് മാറ്റുന്നത് എങ്ങനെയാണോ അവിടെ ചെറിയൊരു വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റ് ആയ ടെൻസ് നമുക്ക് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറ്റും. യെസ്, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് നമുക്ക് എടുക്കേണ്ടത്. നമുക്ക് നോക്കാം. ആദ്യം ഓബ്ജക്റ്റ് എഴുതണം. അപ്പൊ എഴുതിക്കോ, ഓബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് പിന്നെ ബീൻ പ്ലസ് വി വെർബ് എന്നുള്ള ഷോർട്ട് ഫോമായി വി ബ്രാക്കറ്റില് പി ഫസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ V3 ഇത്. അപ്പൊ ഐ വിൽ റിപ്പീറ്റ്. ഓബ്ജക്റ്റ് ഹാഡ് ബീൻ പിന്നെ വെർബ്
ഓക്കെ സഫീറ, കറക്റ്റ്. ഓക്കെ, പിന്നെ വെർബ്, ആ വെർബിന്റെ മൂന്നാമത്തെ യെസ്. ഇപ്പൊ കൂടെ നോക്കാം. ഷീ ഹാഡ് ടേക്കൻ ദ ബുക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൾ പുസ്തകം എടുത്തിട്ടുണ്ടായിരുന്നു. എന്തെടുത്തിട്ടുണ്ടായിരുന്നു? ബുക്ക്. അപ്പൊ ദ ബുക്സ് എന്നുള്ളത് ഒബ്ജക്റ്റ് കിട്ടി, ദ ബുക്സ്. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് വേണം? ഹാഡ് ചേർത്ത്. പിന്നെ എന്ത് ചേർക്കണം? ബീൻ ചേർക്കണം, ബീൻ ചേർത്ത്. പിന്നെ എന്ത് വേണം? വെർബിന്റെ മൂന്നാമത്തെ ഫോം വേണം. അപ്പൊ നമുക്കറിയാം, തന്നിരിക്കുന്ന വാചകത്തിലെ ഹാഡ് കഴിഞ്ഞതിന് ശേഷം എഴുതിയിരിക്കുന്നത് മൂന്നാമത്തെ ഫോമാണ്. അപ്പൊ ഇനി വേറൊരു മൂന്നാമത്തെ ഫോമിനെ അന്വേഷിച്ചുകൊണ്ട് കാര്യമില്ല, അത് എഴുതുന്നത് എഴുതിയാൽ മതി. എഴുതുന്നത് നമ്മൾ മൂന്നാമത്തെ ഫോമാണ്. ഓക്കെ, അത് എടുത്ത് എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് എന്ത് വരും? ടേക്കൻ. അപ്പൊ ഇത് ആൻസർ എന്ത് വരും? ദ ബുക്സ് ഹാഡ് ബീൻ ടേക്കൻ. ഷീ എന്നുള്ളത് കൂടെ വരുമ്പോ ബൈ ഹെർ എന്ന് മാറ്റുക. ദ ബുക്സ് ഹാഡ് ബീൻ ടേക്കൻ ബൈ ഹെർ. ഓക്കെ, അപ്പൊ ഇതാണ് ഏറ്റവും അവസാനത്തെ നമുക്ക് പാസീവ് വോയിസ് ആയിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എല്ലാ പാസീവ് വോയിസ് നോക്കി കഴിഞ്ഞപ്പോൾ അതിൽ നമുക്കൊരു കാര്യം മനസ്സിലായി. എല്ലാ പാസീവ് വോയിസിലും ദേ എന്നുള്ളത് ദം ആയിട്ട് മാറിയിട്ടുണ്ട്. ഷീ എന്നുള്ളത് ഹെർ എന്ന് മാറിയിട്ടുണ്ട്. ഹി എന്നുള്ളത് ഹിം ആയിട്ട് മാറിയിട്ടുണ്ട്. വി എന്നുള്ളത് അസ് എന്ന് മാറിയിട്ടുണ്ട്. ഐ എന്നുള്ളത് മീ എന്ന് മാറിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ കാണുന്ന മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പാസീവ് വോയിസിലും നമ്മൾ ഉപയോഗിക്കുന്നത് വെർബിന്റെ മൂന്നാമത്തെ അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. സിമ്പിൾ പ്രസന്റിലും സിമ്പിൾ പാസ്റ്റിലും സിമ്പിൾ ഫ്യൂച്ചറിലും പ്രസന്റ് കണ്ടിന്യൂസിലും പാസ്റ്റ് കണ്ടിന്യൂസിലും പ്രസന്റ് പെർഫെക്റ്റിലും പാസ്റ്റ് പെർഫെക്റ്റിലും എല്ലാം നമ്മൾ ഉപയോഗിച്ചത് V3 അല്ലെങ്കിൽ വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ്. അപ്പൊ നമുക്ക് അതിന് മനസ്സിലാക്കാം, പാസീവ് വോയിസിൽ എപ്പോഴും ഇതേ വരുള്ളൂ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ് അല്ലെങ്കിൽ V3 എന്ന് പറയുന്ന കൂടെ വരികയുള്ളൂ. ഇത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഞാനൊന്നും കൂടി പറയുകയാണ്. ആദ്യം നമ്മൾ ഒബ്ജക്റ്റ് എഴുതുന്നു, പിന്നെ ഹാഡ്, പിന്നെ ബി, പിന്നെ വെർബ്, ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം. യെസ്, അടുത്ത ഒരു ചോദ്യം ലഭിക്കുള്ളൂ. They had finished, FINIShed, finished their work, THEIR, their work, before, BEFOR, before they went to, WENT, they went to hotel. They went to hotel. I will repeat. They had finished their work, THEIR, their work, before they went to the hotel. Okay. So let's see a bit again. പിന്നെ അത് സണ്ണില്ല, ഒരു ദയർ പോയി, THEIR, ദയർ കണ്ടില്ല. അപ്പൊ അതുകൂടി നമ്മൾ ഒബ്ജക്റ്റിനകത്തോട്ട് കൂടെ ഉൾപ്പെടുത്തി. അപ്പൊ കറക്റ്റ്.
They had finished their work. THEIR, their. Yes. Where are they? Tasneem, Nejima. Okay. Okay. No, correct. Very good. Yes. Yes. Okay. Answer വായിക്കാം. They had finished their work. അത്ര പേരുള്ളൂ വിചാരിച്ചത്. പറയാനേ എളുപ്പത്തിലാണ്. അവരവരുടെ ജോലി പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്ത് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു? Their work. വർക്ക് മാത്രം കൊടുത്താൽ പിന്നെ their ബാലൻസ് വരും. അപ്പൊ their work അവരുടെ ജോലി. ഓക്കെ. അപ്പൊ അതിന്റെ ഒബ്ജക്റ്റ് കിട്ടി. Their work had been finished before they went into contact. Okay. ശരി. അടുത്തത് somebody SOME വേണ്ട, ബൈദം വേണ്ട, ബൈ തൊടിക്കുള്ളത് ഒമിറ്റ് ദ ഏജിൽ എന്നാണ് പറഞ്ഞത്. ബൈ തൊടിക്കുള്ളത് വേണ്ട, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. യെസ്. somebody had opened opened the door DOOR the door before I woke up. WOKE woke up. Okay. Sentence value. Somebody had opened the door before I woke up. ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പേ ആര് വാതിൽ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ആസ്ക് എ ക്വസ്റ്റ്യൻ. വാട്ട് ഓർ whom? എന്ത് തുറന്നിട്ടുണ്ടായിരുന്നു? വാതിൽ. അപ്പൊ ഡോർ എന്നുള്ളത് ഒബ്ജക്റ്റ് ആയിട്ട് കിട്ടി. ബാക്കി നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ്. Somebody had opened the door before I woke up. Okay, Sarila, correct. Okay, Soumya, correct. Yes. Do it. Tasneem, Fatimat. Yes. Tasneem, അതിൽ ബീൻ ചേർക്കാൻ പറ്റുപോയി. ബീൻ വിട്ടുപോയി. ഓക്കെ. അപ്പൊ അടുത്തത് പറയാം. I was വേണ്ട, I woke up മതി കേട്ടോ. യെസ്. ആ മെയിൻ ആയിട്ടുള്ള കാര്യം മാത്രം
പാസീവ് വോയിസിലോട്ട് മാറ്റി. യെസ്, ഞാൻ എൻ്റെ ഇടയ്ക്ക് ചോദിക്കട്ടെ, റിപ്പോർട്ടർ സ്പീച്ച് നിങ്ങൾക്ക് അറിയാമോ? റിപ്പോർട്ടർ സ്പീച്ച് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ ആ കേട്ട കാര്യം വേറെ ആരോട് നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? നിങ്ങളോട് ഡയറക്ടർ ഉണ്ടായിരിക്കും. ഓക്കെ ഓക്കെ, അത് തന്നെയാണ് ലക്ഷ്മി, അത് തന്നെയാണ്, ശരിയാണ് ശരി. ലെറ്റസ്റ്റ് ട്രൈ. ഓക്കെ 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 ഓക്കെ. അപ്പൊ അതായത് സൗമ്യനോട് സൗമ്യയുടെ ഭർത്താവ് പറഞ്ഞൊരു കാര്യം പിറ്റേ ദിവസം അത് അടുത്തൊരാളോട് പറയുമ്പോൾ എങ്ങനെ പറയും, അല്ലെങ്കിൽ വീട്ടിൽ പറയുമ്പോൾ എങ്ങനെ പറയും? ഇതാണ് എന്റെ സംഭവം. യെസ്. അപ്പോ നേരിട്ട് പറഞ്ഞപ്പോ ഞാൻ അവിടെ പോയി, ഞാൻ അവനെ കണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പിറ്റേ ദിവസം സൗമ്യം പറയുമ്പോ അവൻ അവിടെ പോയി, അവൻ അവരെ കണ്ടു, ആ രീതിയിലോട്ട് അതിനെ ഒന്ന് മാറ്റിയത്. അത്രേ ഉള്ളൂ. യെസ്, നമുക്ക് നോക്കാം. യെസ്, ഈ അടുത്ത് നമ്മൾ പറയുന്നത് someone, നെക്സ്റ്റ് സെന്റൻസ്, someone had seen them, someone had seen, S-E-E-N, seen them before I did. Someone had seen them before I did. Okay, Rashmi, that's the sentence. And the passive voice would read. Someone had seen them before I did. ഇത് പാസീവ് വോയിസ് തന്നെ, പാസീവ് വോയിസ് തന്നെ, പാസീവ് വോയിസ്. റിപ്പോർട്ടർ സ്പീച്ച് എന്നുള്ളത് ഞാൻ വെറുതെ സന്ദർഭോചിതമായിട്ട് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ, സരില്ല. ലക്ഷ്മി, വേറെ മുതൽ കിട്ടി? someone had seen them. അത്രയും വരെ ചിന്തിച്ചിട്ട് അതിന്റെ അനുസരിച്ച് കറക്റ്റായി. ബാക്കി കാര്യം കൂടെ ചർച്ച ചെയ്യാം. Yes. Okay. Someone had seen them. ആരോ അവരെ കണ്ടിട്ടുണ്ടായിരുന്നു ബിഫോർ ഐ ഡിഡ്, ഞാൻ കാണുന്നതിന് മുമ്പ്. എന്ത് കാണുക? ആൻസർ ഇല്ല. ആരെ കാണുക? അവരെ കാണുക. കണ്ടോ? അപ്പൊ ദം എന്നുള്ളത് നമുക്ക് ഇവിടെ എന്തായിട്ട് കിട്ടി? ഓബ്ജക്റ്റ് ആയിട്ട് കിട്ടി. അത് നമുക്ക് എഴുതുമ്പോ ദേ എന്ന് മാറ്റുക. ദേ എന്ത് വേണം? ഹാഡ് ബീൻ. ദേ ഹാഡ് ബീൻ seen, they had been seen before I did by someone, by someone. They had killed, K-I-L-L-E-D, killed him before police arrived. Before police arrived. I will repeat.
they had killed him before the police arrived. Okay, Sanila. Yes, simple അല്ലേ? Very simple. അപ്പൊ ആ സിമ്പിളിൽ നിന്ന് മാറിയിട്ട് യെസ്, അപ്പൊ ഇതിന്റെ ആൻസർ ഞാൻ കൂടി പറയാം. They had killed him before the police arrived. ആരെ കൊന്നു? അവനെ കൊന്നു. ഓക്കെ ലേഖ. യെസ്, he had him an object. അപ്പൊ ഹിയേക്ക് വേണ്ടി he had been killed before the police arrived. അത്രയും വരെ മതി. ഈ വേണമെന്നുണ്ടെങ്കിൽ by them എന്ന് കൂടി ഇരിക്കും. അപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞ സിമ്പിളായ വാചകങ്ങളാണ് പറഞ്ഞത്. ഓക്കെ രിജിമോൾ, ഓക്കെ കറക്റ്റ് ആണ്. യെസ്, സിമ്പിൾ ആയിട്ടുള്ള വാചകമാണ് പറഞ്ഞത്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കുകയാണ്. ചോദ്യം ഇതാണ്, had they published PUBLISHD published their their books 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 before before they joined joined the college. I will repeat. Had they published their books before they joined the college? Question mark. Okay. Very good. Okay, Selila. Okay, Shafira.
Yes. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് നോക്കാം. ലേഖ അതൊരു ചോദ്യമായിരുന്നു സെന്റൻസ്. അപ്പൊ അത് ചോദ്യമാക്കിയില്ല, ബാക്കിയെല്ലാം അതൊന്ന് ഒരു വാക്കിട്ടുകൊണ്ട് വന്നാൽ കറക്റ്റ്. നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. നോക്കി ഇനി ഒബ്ജക്റ്റ് എന്ത് കിട്ടി? their books അല്ലെ? അപ്പൊ എന്ത് പബ്ലിഷ് ചെയ്യാം? അവരുടെ ബുക്ക്. അപ്പൊ their books had been published before they joined the college. പക്ഷെ ഇതിന്റെ അകത്ത് ചോദ്യത്തിന് ഹാഡ് ആദ്യം വന്നേക്കും, ചോദ്യമാക്കിയേക്കുന്നു. അപ്പൊ ഈ ആൻസറിലും ഹാഡ് ഒന്ന് ആദ്യം പറയാം. അപ്പൊ എന്ത് വരും? ഹാഡ് their books been published before they joined college. Had their books been published before they joined the college. Another. Had anybody, had anybody, A-N-Y-B-O-D-Y, anybody, washed, W-A-S-H-D, washed the room, R-O-O-M, room, before Raju woke up, W-O-K-E, woke up, question mark. Yes, then I will repeat the question. Had anybody washed the room before Raju woke up? Yes. Okay, Salila, correct. Okay, Safira, correct. Okay, Lega, correct. Yes. അപ്പോ ഞാനിത് അവസാനിപ്പിക്കുകയാണ്. പിടികിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. പാസ്റ്റ് പെർഫെക്റ്റിന്റെ പാസീവ് വോയിസ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു.
Okay. Ramya. Ramya. Okay. Jessie. Okay, just okay. No problem. Lekha. Sir. Okay. How are you, Lekha? Fine. ശബ്ദത്തിന്റെ കുറവുണ്ട് കൂടി കൂടി. Okay. ഓക്കെ. അപ്പൊ ഞാൻ ഒന്ന് രണ്ട് മലയാളി സിമ്പിൾ ആയിട്ടുള്ള ഭാഷയും പറയുന്നത് അതിന്റെ കുറച്ചും കൂടി നമ്മൾ കൊളോക്കിലായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ പറയാൻ വേണ്ടിയിട്ടാണ്. യെസ്. അപ്പോ കുട്ടികളുമായിട്ട് ഇതിലേക്ക് പോയി കഴിഞ്ഞ സമയത്ത് കുട്ടികള് ശബ്ദമുണ്ടാക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോ അവരോട് പറയണേ മിണ്ടാതിരിക്കും. യെസ്. ഇംഗ്ലീഷിൽ പറഞ്ഞ് ഓക്കെ. സഫീറ. Silence, please. Lekha. Keep quiet. Okay. Lekha, no problem. Yes. Okay. Yes. Okay. Yes. About Safira. Don't make noise എന്ന് പറഞ്ഞൂടെ? Don't make noise. അത് കുറച്ചുകൂടി വലുതായി. നമുക്ക് മറ്റേ കീപ് ക്വൈറ്റ്, കീപ് സൈലൻസ് എന്ന് പറയുമ്പോൾ ഒരു വേർഡ് അതിനകത്ത് കുറഞ്ഞു. 3 വേർഡ് എന്നുള്ളത് 2 വേർഡായി. യെസ്. ഓക്കെ സഫീറ. ഓക്കെ. അപ്പൊ കീർത്തന വരും. ഓക്കെ. അതായത് അടുത്ത വീട്ടിലെ കുട്ടി കീർത്തന വീട്ടിൽ വന്ന് വീട്ടിലിരിക്കുന്ന എന്തോ ഒരു സംഗതിയെ കാര്യമായിട്ട് നോക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോ കീർത്തനക്ക് മനസ്സിലായി അവരത് ഇഷ്ടപ്പെട്ടുള്ളത്. അപ്പൊ കീർത്തന അവരോട് എടുത്തോളൂ. ഈ വേറെ ആർക്കെങ്കിലും ഒരെണ്ണം കീർത്തന പറഞ്ഞു ടേക്ക്. നേരത്തെ പറഞ്ഞില്ലേ ഒരെണ്ണം ഉള്ളെങ്കിലും ടേക്ക് ഇറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഇത് തന്നു പറയാം. ഓക്കെ. വെരി ഗുഡ്. യെസ്. ഇനി കുട്ടികൾ ഒച്ചുണ്ടാക്കുന്ന കഴിഞ്ഞപ്പോ നേരത്തെ ഒച്ചുണ്ടാക്കരുത് എന്നാണ് പറഞ്ഞത്. ഈ പറയുന്നത് നിശബ്ദമായി ഇരിക്കുക. ക്ലാസ്സിലെ കുട്ടികളോട് പറയുന്നത് നിശബ്ദമായി ഇരിക്കുക. എന്ന് പറഞ്ഞ പേരുകൂടി വന്നു കേട്ടോ. നിശബ്ദമായി ഇരിക്കുക. Please quiet. Please quiet. Please keep quiet. അതാണ് ഉദ്ദേശിച്ചത്. Okay. Please keep quiet. പിന്നെ വേറെ ടു ബി ക്വയറ്റ്. ഓക്കെ കറക്റ്റ് ആണ്. അല്ലെങ്കിൽ പിന്നെ ഇരിക്കുക എന്ന് പറഞ്ഞ പേര് പറയുകയാണെങ്കിൽ ചേർക്കണം. യെസ്. അടുത്തത് കീർത്തന കുട്ടികളുമായിട്ട് പുറത്തേക്ക് പോകുന്നു. കുട്ടികള് മുന്നേ ഓടിക്കഴിഞ്ഞപ്പോ വാഹനങ്ങൾ വരുന്ന കണ്ടു കഴിഞ്ഞപ്പോ കുട്ടികളോട് കീർത്തന പറയാണ് എന്റെ കൈ പിടിക്കുക. കുട്ടികൾ ഓടിപ്പോകുന്ന കണ്ടു കഴിഞ്ഞപ്പോ അവരോട് പറയാണ് സിറ്റ് ഡൗൺ ക്വൈറ്റ്ലി ഇതാക്കിയാൽ മതി. സിറ്റ് ഡൗൺ ക്വൈറ്റ്ലി. ഓക്കെ സലീല. യെസ്. എന്റെ കൈ പിടിക്കുക. Take my hand. പറയാം. യെസ് സഫീറ. ഹോൾഡ് മൈ ഹാൻഡ്. കേട്ടോ, ഇതൊക്കെ എവിടെയെങ്കിലൊക്കെ പോകുമ്പോ നിങ്ങൾ ഇതൊക്കെ പറയണം. ഒരു ചാൻസ് മറന്നു പോകാതിരിക്കണം. ഹോൾഡ് മൈ ഹാൻഡ്. അപ്പൊ ആ മകനും അത് പഠിക്കും. അവനേക്കാൾ താഴെയുള്ള ആളുകളോട് അവൻ പറയുന്നു എന്ന് പറയും
ഹോൾഡ് മൈ ഹാൻഡ് എന്ന് പറയും. അവന്റെ അനുജത്തിയോടോ അനിയത്തിയോടോ എന്ന് പറയും. അപ്പൊ അവർ വാക്ക് പഠിച്ചില്ലേ? ഹോൾഡ് മൈ ഹാൻഡ് ആണ് കാറ്റ്. ഓക്കെ 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 ഓക്കെ. യെസ്. ഇനി ഉറങ്ങുന്നതിന് മുമ്പ് ഉറങ്ങാൻ പോകുന്ന ആളോട് പറയുക, നിങ്ങളുടെ കിടക്ക റെഡിയായി. നിങ്ങളുടെ കിടക്ക റെഡിയാക്കുക. Make. പത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പ്രിപ്പയർ മേക്ക് എന്നുള്ളത് ഒരു യുവർ എന്ന് പറയാൻ മേക്ക് യുവർ ബെഡ്. മേക്ക് യുവർ ബെഡ്. ഓക്കെ, മേക്ക് യുവർ ബെഡ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, യെസ്. യെസ്. ഇനി ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന്റെ ആൻസർ പറയുക. ഓക്കെ, വെരി വെരി സിമ്പിൾ ചോദ്യങ്ങളാണ്. യെസ്. അപ്പൊ ഈ ചോദ്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യുവർ ആൻസർ ഷുഡ് സ്റ്റാർട്ട് വിത്ത് എ വവൽ സൗണ്ട്. ഒരു എ ഇ ഐ ഒ യു ഇതിൽപ്പെട്ട ഒരു വവൽ അക്ഷരം വെച്ചിട്ട് വേണം, ഇതിലേതെങ്കിലും ഒരു അക്ഷരം വെച്ചിട്ട് വേണം നിങ്ങൾക്ക് ആരംഭിക്കാൻ കേട്ടോ. വവൽ സൗണ്ട് സ്റ്റാർട്ട് വിത്ത് എ വവൽ സൗണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ 3 പേരെ ഞാൻ പരിഗണിക്കാം. ഓക്കെ, യെസ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ യുവർ ആൻസർ ഷുഡ് സ്റ്റാർട്ട് വിത്ത് എ വവൽ ലെറ്റർ. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The planet in the solar system. The planet in the solar system. The planet in the solar system. Yes. Earth. Uranus. Uranus. Saumya. Saphira. ആരൊക്കെയാണ് സഫീറ വന്നു, അടുത്തത് സൗമ്യ വന്നു, സൗമ്യ വന്നു, ഒരാൾ കൂടി വന്നില്ല. സഹീലാണ്. സഫീറയും സൗമ്യയും കൂടാണ്ട് ഒരാൾ കൂടി കറക്റ്റ് പറഞ്ഞില്ല. ആരാണ്? സനില. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ടൈപ്പ് ചെയ്താൽ പെട്ടെന്ന് കണ്ടുപിടിക്കാം കേട്ടോ. ദ ഫ്രൂട്ട് which is also known by its color. The fruit which is also known by its color.
Sanila, Safira, Fatima. Sanila, Safira, Fatima. Yes, correct answer. Orange, is the correct answer. Next question. Okay, Amina Siddiq, correct. Another question. The opposite of out, 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 opposite of out. Fatima, Jasna, Tasni. Fatima, Jasna, and Tasni. Yes, okay, on the one correct answer. In, it's a correct answer. Yes. Another. Something that keeps the doctor away. Something that keeps the doctor away. Amina, Sanila, Jasna. Amina, Sanila നേരത്തെ വന്നത് and Jasna. Okay, Safira, correct answer ആണ്. An apple a day keeps the doctor away എന്ന് പറയുന്ന ഒരു പ്രോബ്ലം saying ഇല്ല. Yes, അപ്പൊ അതിന്റെ ആൻസർ തന്നെയാണ് ഇവിടെ വരുന്നത്. Correct answer. Yes, something that keeps the doctor away. Yes. അടുത്തത് simple. The largest land. An apple ആണ് ശരിയാണ്. Okay, an apple ആണ്. The largest land animal. The largest land animal. Yes, Sanila, Jasna, Amina. Sanila, Jasna, Amina. Is the correct answer? Okay, Safira. Is the correct answer? Elephant. Okay. Next question. Another word for W-O-R-D. Another word for being, B-E-I-H, being sick, S-I-C-K. Another word for being sick. Safira, Fatimat, Saumya. Safira, Fatimat, Saumya. Okay, Nancy. Okay, Sanila. ശരിയാണ്. ജിജിമോൾ കറക്റ്റ് ആണ്. ഡിസീസ് അല്ല, ഡിസീസ് എന്ന് പറയുമ്പോൾ ഡിയില് വരും. ഡി അല്ല, AEIOU എന്ന് പറയുന്ന ഏതെങ്കിലും അക്ഷരത്തിൽ ആരംഭിക്കണം. ഓവർ സൗണ്ട് അമീന. AEIOU. ഓക്കെ. ഡിസീസ് അല്ല, ഇൽ പറഞ്ഞത്. ഓക്കെ. യെസ്. അടുത്തത് ഓപ്പോസിറ്റ് ഓഫ് എക്സ്റ്റേണൽ. ഓപ്പോസിറ്റ് ഓഫ് എക്സ്റ്റേണൽ. Internal. Saumya, Jasna, Nancy, Safira. Saumya, Jasna, Nancy, and Safira. Yes. Okay, Sarina. Okay, Jijimon. Yes. The answer is internal. Correct answer. External, internal. Next, very simple. And oval shaped, oval shaped object obtained from a bird. An oval shaped object obtained from a bird. Fatimat, Sanila, Saumya. Fatimat, Sanila, and Saumya. It is said. Okay, Amina. Okay, Jijimol, Jasna, Nancy. It's the correct answer. The answer is egg. Okay. Similar. Yes. அடுத்தது. A small house. A small house made of ice. I-C-E. Oh, okay, Safira, Saumya, Nancy. Safira,
Soumya, and Nancy. Okay. Igloo is correct answer. Okay, Sanila, Amina, Nancy, correct. Yeah. Okay. Yes. Okay. A small house made of ice. Yes. Next. Opposite of questions. Opposite of questions. Okay. Fatimat, Jesna, Nancy. Fatimat, Jesna, and Nancy. Okay, Safira, Sanila, Amira, Jijimon, correct answer. Answer is the correct answer. Very good. അടുത്തത് അതിലും എളുപ്പമാണ്. A liquid, LIQUID, a liquid used for writing. A liquid used for writing. Jijimol, Safira, Jesna. Jijimol, Safira, and Jesna. Jijimol are the only one. Okay. Ink, machine. A liquid used for writing. Ink. Okay, Fatima, no problem. Yes. Okay. Opposite of and the liquid used for writing. Another. Very simple. Something useful in rains. RAIN. Something useful in the rains. Okay. Soumya, Nancy, Jesna. Soumya, Nancy, and Jesna. Okay. Umbrella. Amina correct. Jijimon, Rajesh correct. Correct answer. Umbrella. Okay. அடுத்தது. A bird that hunts, HUNTS, that hunts at night. Jijimon, Soumya, Sanila. Jijimon, Soumya, and Sanila. Okay. Yes. All are കുറച്ച് പേരെല്ലാം വേറെ വഴിക്ക് പോയി ചോദ്യം ഇത് വന്നപ്പോഴേക്കും അവർക്ക് ഉത്തരം റെഡിയാക്കി വെച്ചതാണ്. ഓക്കെ. യെസ്, ആരെയും വിഷമിപ്പിക്കുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A bird known, KNOWN, a bird known for its high flight. Yes, high flight. Soumya, Jesna, Safira. Soumya, Jesna, and Safira. Okay. Digimon, correct answer. Okay. So I ask you the last question. Question is this: opposite of down, DOWN, down. Jesna, Amina, Fatima. Jesna, Amina, and Fatima. Okay. അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം നിലവാരമുള്ള പ്രകടനമായിരുന്നു. ഒരു മാർക്ക് പോലും എനിക്ക് കിട്ടിയില്ല. ഓക്കെ. യെസ്. അപ്പോ ജിജിമോൾക്ക് 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അമീനക്ക് 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. തസ്നിയക്ക് 5 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 5 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഫാത്തിമത്തിന് 6 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 6 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. സനിലക്ക് 6 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. സനിലക്ക് 6 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. സഫീറക്ക് 7 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. സഫീറക്ക്
7 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. സൗമ്യക്ക് 8 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 8 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ആൾക്കാണ് ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ളത്. 9 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ജസ്നക്ക് 9 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ജസ്നക്കാണ്. മാർക്ക് കിട്ടിയവർക്കും കിട്ടാത്തവർക്കും കുറച്ച് കിട്ടിയവർക്കും കൂടുതൽ കിട്ടിയവർക്കും ഒരുപോലെ അഭിനന്ദനം പറഞ്ഞുകൊണ്ട് എന്നാൽ നിങ്ങളുടെ പ്രകടനം സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നെക്സ്റ്റ് ക്ലാസ്. അപ്പൊ നമ്മളിപ്പോ ടെൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു, പാസീവ് വോയിസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു സംഗതിയെ കുറിച്ച് നമുക്ക് നോക്കാം, ക്ലോസുകളെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പൊ അതും നമുക്ക് പലപ്പോഴും സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആ ടെൻസുകൾ നമ്മളൊന്ന് യോജിച്ചു പോകണം. ആ ടെൻസ് എങ്ങനെയാണ് യോജിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ ബൈ.